ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ എമ്പുരാന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇനി ആകെ 10 ദിവസങ്ങളാണ് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്താനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എമ്പുരാന്റെ കൗണ്ട് ഡൗൺ പോസ്റ്ററുകൾ വന്നു തുടങ്ങി. ഇന്ന് വന്നിട്ടുള്ള കൗണ്ട് ഡൗൺ പോസ്റ്ററിൽ നമ്മുടെ ലാലേട്ടന്റെ ഒരു മാസ് ലുക്ക് തന്നെയുണ്ട്. ഇതാണ് ആ പോസ്റ്റർ. തീനാളങ്ങൾ ജ്വലിക്കുന്ന കണ്ണുമായുള്ള ആ ഒരു നോട്ടം. ആ നോട്ടത്തിൽ തന്നെ എമ്പുരാൻ എന്താണെന്ന് വിളിച്ചു പറയുന്ന രീതിയിലാണ് ലാലേട്ടന്റെ ആ ലുക്ക് പോസ്റ്റർ. എന്തായാലും വന്നുകൊണ്ടിരിക്കുന്ന ഓരോ അപ്ഡേറ്റ്സിലും അതുപോലെ തന്നെ ഓരോ ലുക്ക് പോസ്റ്ററുകളിലും വീഡിയോകളിലും എല്ലാം എമ്പുരാൻ എങ്ങനെയുള്ള ഒരു സിനിമയായിരിക്കും എന്ന് വിളിച്ചു പറയുന്ന രീതിയിലാണ് അവയൊക്കെയും വരുന്നത്. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ആരാധകർ ഒരു ആഘോഷമായി മാറ്റിയിരിക്കുകയാണ് എമ്പുരാൻ എന്ന ഈ ചിത്രത്തെ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ ഒരു മലയാള ചിത്രത്തിന്റെ ലോഞ്ചിങ് ആഘോഷിച്ചു. അത് നമ്മുടെ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള എമ്പുരാൻ. ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ ആയിരക്കണക്കിന് ആരാധകരെ സാക്ഷിയാക്കിക്കൊണ്ട് എമ്പുരാന്റെ ടീസർ ലൈവായി പ്രദർശിപ്പിച്ചു. നമുക്ക് അതൊന്ന് കാണാം. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ലോകമെമ്പാടും എമ്പുരാൻ തരംഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എമ്പുരാന്റെ വേൾഡ് വൈഡ് റിലീസിൽ ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയയാണ്. മാർക്കോ ബറൂസ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതുപോലെ രേഖാചിത്രം, പണി, മഞ്ഞുമൽ ബോയ്സ്, മലൈക്കോട്ടൈ വാലിബൻ, ലിയോ, അതുപോലെ റിലീസിനൊരുങ്ങുന്ന ലവ്ലി, മരണമാസ്, ഈ ചിത്രങ്ങളുടെയൊക്കെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്തിരിക്കുന്ന സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയയാണ്. എമ്പുരാനുമായിട്ട് ക്ലാഷിനെത്തുന്ന ഏക ചിത്രം നമ്മുടെ ചിയാൻ വിക്രത്തിന്റെ വീരധീര ശൂരനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം വലിയൊരു ക്ലാഷ് ഒന്നും ഉണ്ടാകും എന്നുള്ളത്. കാരണം എമ്പുരാൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മെത്തേഡിൽ വരുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് ഇത്രയേറെ വലിയ പ്രൊമോഷനിൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ വലിയൊരു ക്ലാഷ് ഒന്നും സംഭവിക്കും എന്ന് തോന്നുന്നില്ല. അതുപോലെ കേരളത്തിലെ ഫാൻ ഷോകളുടെ ടിക്കറ്റ് വിൽപ്പനയും മറ്റുള്ള കാര്യങ്ങളും ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. നിലവിൽ ഇന്നലെ വരെ ഏകദേശം 350-ന് മുകളിൽ വരുന്ന ഫാൻ ഷോകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാണ് കിട്ടുന്ന വിവരം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ഷോകൾ നടക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് എന്നുള്ള അപ്ഡേറ്റുകളും വരുന്നുണ്ട്. അപ്പോ എന്തായിരുന്നാലും എമ്പുരാന്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.